അത് രാജാവ് കൽപ്പിച്ചാൽ മാത്രം. പ്രജാക്ഷേമ തൽപരനായ ഈശ്വരാനുഗ്രഹം ആവോളം ലഭിച്ച അങ്കന്റെ മകനാണ് നീ. ധർമ്മിഷ്ഠനായ യമദേവന്റെ പൗത്രൻ. ആ പാരമ്പര്യം നീ കാക്കണം. പിതാവിന്റെ ചരിത്രവും യമദേവന്റെ ധർമ്മബോധവും പാടി തീർന്നില്ലേ കാലം എത്രയായിട്ടും? കഷ്ടം, നീ എത്ര തരം താഴ്ന്നു പോകുന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എന്നിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്റെ ഈ കൽപ്പന നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. അനുവദിക്കാൻ നിങ്ങൾ പുറത്തുണ്ടായിട്ട് വേണ്ടേ? ആരുടെ രാജമാതാവ് എന്ന അധികാരത്തിന്റെ പേരിൽ വേനനോട് ആജ്ഞാപിക്കാൻ വരുന്ന ഇവരിനി പുറം ലോകം കാണരുത്. കിടക്കട്ടെ വേന കാരാഗ്രഹത്തിൽ. വേന മഹാരാജൻ, അങ്ങ് എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? അല്ല, രാജഗുരുവിന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണല്ലോ രാജകൽപ്പന നാടൊട്ടുക്കും വിളംബരം ചെയ്യുന്നത്. അങ്ങ് എന്തിനാണ് യജ്ഞം നിരോധിച്ചിരിക്കുന്നത്? ആര് യജ്ഞം നിരോധിച്ചു എന്നാണല്ലോ പറയുന്നത്? നമ്മുടെ രാജ്യത്ത് യജ്ഞം നിരോധിച്ചിട്ടില്ല. യജ്ഞപുരുഷൻ നാം ആയിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ എന്തിനുള്ള പടയൊരുക്കമാണ്? യജ്ഞം നിരോധിച്ചാൽ ലോകം അന്ധകാരത്തിലാകും. ദേവന്മാരും ദേവഗണങ്ങളും പ്രസാദിക്കില്ല. യജ്ഞം നടത്താൻ അനുമതി നൽകിയാലും നാം കൽപ്പന ആവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് യജ്ഞമോ യാഗമോ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ ഘടനയിൽ ചെറിയൊരു മാറ്റം, വളരെ ചെറിയൊരു മാറ്റം, അത്രേ ഉള്ളൂ. യജ്ഞമാകാം, പക്ഷേ യജ്ഞപുരുഷൻ നാം ആയിരിക്കണം. യജ്ഞഭാഗവും നമുക്ക് ലഭിക്കും. അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നമ്മുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ സ്ഥാനം ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടിലായിരിക്കുമെന്ന് കൂടി വിളംബരത്തിലുണ്ട്. അതുകൂടി ഓർമ്മ വേണം. മറ്റൊന്നും ബോധിപ്പിക്കാനില്ലെങ്കിൽ രാജഗുരുവിന് വേനസവിധത്തിൽ നിന്ന് മടങ്ങാം.